ഞങ്ങളിപ്പോൾ എവിടെയാണ് ഇവനെ? അതായത് കസാക്കിസ്ഥാനി വണ്ടി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഗ്രീസിൽ വന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് വന്നത്. ഇത് റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമ പോലത്തെ അതുപോലെയുള്ള സാധനങ്ങൾ, ചിക്കൻ, ബീഫ്, പോർക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. ഇത് ഗ്രീസിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് ഏതൻസിലാണ്. ഏതൻസിലെ ഒരു ചെറിയൊരു ടൗണാണ് ഈ കാണുന്നത്. ഫുൾ ബംഗ്ലാദേശികളും അതുപോലെ ഇന്ത്യക്കാരും ആണ് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ കടയിലെ കച്ചവടം മൊത്തം ബംഗ്ലാദേശ്. ബില്ല് എത്രയാണല്ലോ ഇവന്? 18 യൂറോയാണ്. ഞങ്ങൾ ഏതാണ്ട് ഇത്രയും ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് പോർക്കാട്ടോ. പോർക്ക് ബ്രെഡ് അതിൻ്റെ അടുത്ത് കിട്ടുന്നതാണ്. ഇവിടുത്തെ നാരങ്ങ, പിന്നെ ഇത് നല്ല കിടിലം ഫ്രൈസാണ്. അതായത് ക്രിസ്പിനെസ് ആയ ഫ്രൈസ്. റോസ്മേരിയും സാൾട്ടുമാണ് ഇതിൻ്റെ കൂടുതൽ കിട്ടുക, വേറൊന്നും കിട്ടത്തില്ല. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത ചിക്കനാണ്. മൊത്തം ബ്രസ്റ്റ് ആയിപ്പോയി. ചിക്കൻ ബ്രസ്റ്റ് ഷവായി ചിക്കനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതെന്നാടാ ഇതെന്ന് വെച്ചാൽ ഷവർമ പറ്റിച്ച് മൊത്തം ചിക്കൻ മേടിച്ചു. ഉരുളക്കിഴങ്ങ് അലർജിയാന്ന് പറഞ്ഞു. ഉരുളക്കിഴങ്ങ് അലർജിയാന്ന് പറഞ്ഞു അല്ലേ? ലിബി ഷവർമ അല്ലേ? ഇതിന് വേറെന്തൊരു പേരാണ് പറയുന്നത്. എന്നാ പറയാ എനിക്കറിയില്ല. ഇതിന്റെ അകത്ത് ചിക്കനും ഉണ്ട്, തക്കാളിയും ഉണ്ട്, മൈനസും ഉണ്ട്, പച്ചക്കറിയും തന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ 2 ദിവസം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പുള്ളിയൊക്കെ ബംഗ്ലാദേശിലാണ്. ഇതൊക്കെ ബംഗ്ലാദേശ് അതുപോലുള്ള രാജ്യത്തു നിന്ന് വന്നവരാണ്. ഇവിടെ ഇഷ്ടംപോലെ ഏഷ്യക്കാർ. ഇവിടെ ഇഷ്ടംപോലെ ഏഷ്യക്കാരുണ്ടല്ലോ. പിന്നെ ഇല്ലടാ വിഷ കിട്ടാൻ പാടാന്ന് പറയുന്നത്. പക്ഷേ ഏഷ്യൻ രാജ്യത്തെ ആൾക്കാരാണ്. സത്യം അല്ലേ? പിന്നെ വേറൊരു സത്യം ഞാൻ പറയാം. അതായത് ഗ്രീസിലെ എയർപോർട്ടിൽ വന്നിറങ്ങാൻ നേരത്ത് വലിയ ചോദ്യം വളർത്തലൊന്നുമില്ല. ഒരു കുഴപ്പമില്ല കേട്ടോ. ഗ്രീസിന്റെ എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാമ്പ് അടിക്കുന്നു, പുറത്തോട്ട് കൊടുക്കും. ഒരു ചോദ്യം ചെയ്യലും ഇല്ല, ഒന്നുമില്ല. അല്ലടാ മറ്റുള്ള രാജ്യത്ത് നിന്ന് എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കില്ല. അതുപോലും ഇല്ല ഇവിടെ ആർക്കും. എന്തുകൊണ്ട് കഴിക്കാൻ ഇത് ഇങ്ങനെയുണ്ട്, അടിപൊളിയാണ്. ഇതിനകത്തുണ്ടോ പച്ചക്കറി ഉണ്ട്. എനിക്കൊന്നും ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ഫുഡ് ഈ സാധനം ഫുഡാന്ന് തോന്നുന്നു. ഇതാ 2 രൂപ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് 2 രൂപയ്ക്ക് കിട്ടുന്ന അടിപൊളി ഫുഡ്. 2 യൂറോ. 150 രൂപ, 190 അടുത്ത് വരും കേട്ടോ. ഇവിടെ വെള്ളത്തിനും കോളയ്ക്കും എല്ലാത്തിനും പൈസ കൂടുതലാണ്. 120 രൂപ. ഇതിന് 120 രൂപ. ഇതിന് 100 രൂപ കണ്ട് അടുത്ത് വരും. ഇതിനകത്തുണ്ട് ഓരോ സംഭവങ്ങൾ. പക്ഷെ ഇതെല്ലാം ഇവരുടെ ഗ്രീക്ക് ഭാഷയിലാണ്. ഇത് മൊത്തമേ ഇവരുടെ ഗ്രീക്ക് ഭാഷയിലാണ് എല്ലാം എഴുതിയാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വ്യക്തത കിട്ടത്തില്ല. അതിൻ്റെ പേരെന്നാ ഫ്രഞ്ച് ഫ്രൈസ്. ഇതാട്ടോ സാധനം. അതായത് ഇതിനകത്ത് ഫുൾ ഇതേപോലത്തെ ചിക്കൻ ആയിരിക്കും, പിന്നെ സോസേജും, പിന്നെ അതേപോലെ ടൊമാറ്റോ അതുപോലെ സാധനങ്ങളായിരിക്കും. ഇതുണ്ടോ, ഇതാണ് സാധനം. ഇവിടെ 2 രീതിയിലുള്ള കിട്ടും. ഈ കറങ്ങുന്നത് ചിക്കനും ഈ കറങ്ങുന്നത് പിന്നെ ഇത് കേട്ടോ പോർക്കുമാണ്. ഇവിടെ ഈ 2 സാധനമാണല്ലോ. ഇവിടെ ടർക്കിഷ് അതുപോലെയുള്ള സംഭവങ്ങൾ ഒക്കെ ഫുഡുകൾ കിട്ടും. ഇതാണ് ഇവരുടെ അപ്പാർട്ട്മെൻറ്റ് സംവിധാനങ്ങളുണ്ടോ. ഇന്നലെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇതുണ്ടോ, ഇതെല്ലാം ഇനി ഓരോന്നോരോന്ന് ഒതുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് കിടക്കും. ഇവിടുന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. കസാക്കിസ്ഥാനിലൊക്കെ കഴിച്ച പോലത്തെ ആട് മറ്റേ ഇതൊക്കെ ഇല്ല, അതായത് കോഴി, അതേപോലെ തന്നെ പോർക്കാണ്. ഇവിടെ 2 സാധനം കിട്ടും. അതായത് ചിക്കനും കിട്ടും, പോർക്കും കിട്ടും. ആടില്ലല്ലോ. ആടില്ല കേട്ടോ. അതിനകത്ത് ഒന്നുമില്ല. അതായത് ജസ്റ്റ് ഈ പോർക്ക്, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് റോസ്മേരിയും ഉപ്പും, വേറൊരു സാധനമില്ല കേട്ടോ. ഇതൊക്കെ നമുക്കിവിടെ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി റെസ്റ്റോറൻറ്റുകളിൽ എങ്ങനെ സംഭവിച്ചാൽ ചില റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറാൻ നേരത്ത് നമ്മുടെ ഇറക്കിവിടും. ചിലപ്പോൾ വെള്ളക്കാർക്ക് മാത്രമൊക്കെ പ്രിഫറൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഉപയോഗിക്കുക. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? 2-3 ദിവസമായി അല്ലടാ. നമുക്ക് 1300 രൂപയ്ക്ക് ഇവിടെ ഹോട്ടൽ കിട്ടി കേട്ടോ. ഇതാണ് ഇവിടുത്തെ നാരങ്ങ. അത്യാവശ്യം പുളിപ്പും സംഭവമൊക്കെ ഉണ്ട് ഈ സാധനത്തിന്. നേരെ ഇങ്ങോട്ട് ഇവിടുന്ന് കഴിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് സാധനം മേടിക്കാൻ ഏത് കടയിൽ പോയാലും എല്ലാ സ്ഥലത്തും ബംഗാളികളും പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഇവിടെ തൊഴിലെടുക്കുന്ന ഏറ്റവും കൂടുതൽ ഏഷ്യക്കാരെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് മേടിക്കാൻ നേരത്തെ ഈ നാളെ മേടിക്കാൻ ഇത്രയും സാധനം നമുക്ക് അതിൻ്റെ കൂടുതൽ കിട്ടുന്നതാണ്. ഈ കട ഇപ്പം തുറന്നുള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് ഓപ്പൺ ആയതുള്ളൂ അല്ലേടാ. നമ്മളിപ്പോൾ വന്നു ഓപ്പൺ ആയ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. ഇന്ന് ഇത് കഴിക്കട്ടെ കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ ബ്രെഡ് ആട്ടോ. ഇതിനകത്ത് നെയ്യ് വരുന്നുണ്ടോ? ഓ നെയ്യല്ലത്, ബട്ടർ ആയിരിക്കും. ഇവിടെ ബ്രെഡ് മെയിൻ ആട്ടോ. ഓരോ ഫുഡിനകത്ത് ബ്രെഡ് ഫ്രീ ആയിട്ട് പോകും. എല്ലാ ഫുഡിനകത്ത് ഒരു ബ്രെഡ് ഫ്രീ ആയിട്ട് പോകും. ഇതാണ് ചിക്കൻ. ഇത് ശരിക്കും എന്നാന്നറിയാമോ?
നമ്മൾ ഷവായി എന്ന് പറയുന്നില്ല, ഇത് റോസ്റ്റഡ് ചിക്കനാണ്. ഇത് യഥാർത്ഥ കോണ്ടിനെൻ്റൽ റോസ്റ്റഡ് ചിക്കനാട്ടോ. അതിൻ്റെ അകത്ത് ഇവർ ഈ നാരങ്ങ നീര് ഒഴിച്ചുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. അത് ഒഴിച്ച് കഴിയുമ്പോൾ ഞാനിത് ഒഴിക്കാൻ പോവാം. ഇത് സംഭവം വേറൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീസിൽ കൂടെ നടക്കും കേട്ടോ. ഇവിടെ സെക്കൻഡ് ഹാൻഡ് AC വയ്ക്കുന്ന കട. ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോഡയാണ് കേട്ടോ ഈ ടാക്സി ഓടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സ്വിഫ്റ്റ് കാണാം. ഇത് ഇവിടുത്തെ ലോക്കൽ ഫോണാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ടെലിഫോൺ സെറ്റപ്പ് വർക്കിങ്ങാണ്. ഇല്ല, ഇത് വർക്കിംഗ് അല്ലല്ലോ. നേരത്തെ കണ്ടത് വർക്കിംഗ് ആയിരുന്നു. ഇതിലിങ്ങനെ നേരെ പോകാൻ നേരത്ത് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഞാൻ മാരുതി സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല കേട്ടോ. ഇതാണ് ബെൻസ്. നമ്മുടെ നാട്ടിൽ ടാറ്റ പോലെയാണ് യൂറോപ്പിൽ ബെൻസ് എന്ന് പറയുന്നത്. കോമൺ കേട്ടോ. നോക്കിയേ, ഇതൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്ന ഏരിയകൾ കേട്ടോ. ഈ പറയുന്നത്ര വൃത്തിയും സംവിധാനമൊന്നുമില്ല. ഇത് ഫുൾ അപ്പാർട്ട്മെൻറ്റ് ഏരിയകളാണ് കേട്ടോ. ഫുൾ അപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ ബംഗാളികളുടെ കടകളാണ്. ഇതൊക്കെ ബംഗ്ലാദേശികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലേ? BMW ഫുൾ ഡേറ്റി കേട്ടോ. എല്ലായിടത്തും ഇതൊക്കെ കുത്തി വരച്ച് നാശിപ്പിച്ച് നാരണക്കല്ലാക്കി വെച്ചേക്കത് പോലീസുകാർ പോകുന്നുണ്ട്. ഇവിടെയും ഭിക്ഷാടനവും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കാണും. നമ്മുടെ ഏഷ്യക്കാർ തന്നെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ നേരെ നടക്കാൻ നേരത്ത് കാണാം. ഇതാടാ, ഇത് വർക്കിംഗ് ടെലിഫോൺ കേട്ടോടാ. വേണ്ടടാ, നോക്കണ്ടടാ. വർക്കിങ്ങാ ഉണ്ടോ? ഇതൊക്കെ ചത്ത പഴയ വാക്മാൻ്റെ കാലത്തെ സാധനങ്ങളൊക്കെയാണ്. ഞാൻ എടുത്ത് കളഞ്ഞല്ലേ. നമ്മുടെ നാട്ടിൽ നോക്കി ഇതൊക്കെ എടുത്ത് എപ്പോഴേ പോയി. ഇതാണ് നമ്മുടെ ട്രാവലറിൻ്റെ യഥാർത്ഥ പതിപ്പ്. മെഴ്സിഡീസ് ബെൻസ് ടെമ്പോയാണ്. ഇതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ പാർട്സുകളൊക്കെ എപ്പോഴും കിട്ടുമെന്ന് പറയാനുള്ള കാരണം യൂറോപ്പിൽ ഈ സാധനം നമ്മുടെ പഴയ ടെമ്പോ ട്രാവലർ, ഇത് 17 സീറ്റ് ഗുഡ്സാണ് കേട്ടോ. ഇതുണ്ട്, അതിൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ടെമ്പോ പോലെ ഇരിക്കും. ഈ ടെംപ്ലേറ്റാണ്, അല്ല ഈ ട്രേഡ് മാർക്കോ ഈ പാറ്റൻറ്റും കണ്ടാണ് ഫോഴ്സ് വണ്ടി പണിത്. ബെൻസാണ്, ഒറിജിനൽ ബെൻസ് കേട്ടോ. അത് 2080 അങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ പുതിയ മോഡലാണ് ഈ കാണുന്ന ഈ സ്പ്ലിൻഡറും സംഭവങ്ങളും സാമഗ്രികളൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ I20 കിടക്കുന്നുണ്ട്. ഗ്രീസ് രജിസ്ട്രേഷൻ GR എന്ന് വെച്ചാൽ ഗ്രീസ്. ഇതേതോ ബെൻസിൻ്റെ CLK 200 കേട്ടോ. പഴയ വാക്മാൻ്റെ കാലത്തെ വണ്ടിയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലെ സെയിം വാഹനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ട്രാഫിക് സിഗ്നൽ വിട്ട ആൾക്കാർ പോകുന്ന കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ബിൽഡിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. ഈ കാണുന്നത് ഫുൾ ഈ ലൈന് ബസ്സിൻ്റെ കേട്ടോ. ബസ് ലൈനുകളും സംവിധാനങ്ങളൊക്കെയാണ്. അവിടെ നിന്നൊക്കെയോ ബൈക്കാർ ഇവിടെ ഹെൽമെറ്റ് ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല അല്ലേടാ ഇവന്. ബൈക്ക് ഭയങ്കര ഫ്രീഡം ആയിട്ടാ. സിഗ്നൽ വരെ വെട്ടിച്ചിട്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഇതേപോലെ ഫുള്ള് കുത്തി വരച്ച് ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കും കേട്ടോ. തല്ലി പൊളിച്ചിട്ടേക്കുമായിരിക്കും എല്ലാ സ്ഥലം. കൺജസ്റ്റഡ് ആണല്ലോ. കണ്ടോ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ? വളരെ സൂക്ഷിച്ച് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു അല്ലേടാ. ഇത് ഉപേക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതെന്നാ പഴയ FM 60 പഴയ FM ആട്ടോ. ഇത് കണ്ടോ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയം എന്ന് വെച്ചാൽ വളരെ ദയനീയം കേട്ടോ. തേടിയ വള്ളി കാലി ചുറ്റി കേട്ടോ. ഇതാണ് സ്വിഫ്റ്റ് പഴയ മോഡൽ. പുഴയതും പുതിയതൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ പണി നടക്കുന്ന കേട്ടോ. കാണുന്ന കുഴൽ പോലെ സാധനമൊക്കെ ഇട്ട് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഇങ്ങ് പോകുന്നതാണ്. പോവാ ലിബിയ? യെസ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതൻസിലാണ്. ഏതൻസിലെ ലോകത്തിലെ ആദ്യത്തെ 1896 ലോകത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതേപോലെ 2-3 സ്റ്റേഡിയങ്ങൾ ഇനി ഏതൻസിൻ്റെ തൊട്ട് അയൽവക്കത്തും സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ കാണുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം. ഈ കാണുന്നതൊക്കെ ആയിരുന്നു കാണികൾക്ക് ഇരിക്കാനുള്ള സംവിധാനം. ഇതായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ഗ്രൗണ്ട് സംവിധാനമൊക്കെ. എത്ര വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? 1896. ഇന്നിപ്പോൾ 2000 സംതിങ് ആയി. കുറേ കാലമായിട്ടോ. അപ്പം ലോകത്തിലെ ഏറ്റവും ആദ്യം ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയമാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീസിലെ ഏതൻസിലാണ്. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അല്ലേ ലിബിനെ? എന്നിട്ട് നമ്മൾ 2-3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കസാക്കിസ്ഥാനിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ അങ്ങനെ അടുത്ത യാത്ര തുടങ്ങും കേട്ടോ.